നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണ തുടർച്ച ലക്ഷ്യം വെച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ്. പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ് സ്കൂളിനും കാർഷിക മേഖലയ്ക്കും ഗതാഗതത്തിനും പ്രാമുഖ്യം നൽകിയ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ചു. 50,24,54,206 രൂപ വരവും 49,68,30,000 രൂപ ചെലവും 56,24,206 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ് സ്കൂളിനും കാർഷിക മേഖലയ്ക്കും ഗതാഗതത്തിനും സമഗ്ര വികസനത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം പ്രാമുഖ്യം നൽകിയ പദ്ധതികളായ ബഡ് സ്കൂൾ, അടാട്ട് മോഡൽ തെരുവുവിളക്ക്, ചാത്തനല്ലൂർ അണ്ടർപാസ് എന്നിവയ്ക്കെല്ലാം പുതിയ ബജറ്റിലും പ്രാമുഖ്യമുണ്ട്. 50,24,54,206 രൂപ വരവും 40,68,30,000 രൂപ ചെലവും 56,24,206 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നികുതി ഇനത്തിൽ 3,48,00,000, നികുതിയേതര വരുമാനം 2,51,70,75,000 രൂപയും, ജനറൽ പർപ്പസ് ഫണ്ട് 3,94,37,000 രൂപയും, പദ്ധതി ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, പെൻഷൻ ഉൾപ്പെടെ സംസ്ഥാന ആവിഷ്കൃത വരവുകൾ, തൊഴിലുറപ്പ് ഉൾപ്പെടെ കേന്ദ്രാവിഷ്കൃത വരവുകൾ, മറ്റു വായ്പാ വരവുകളും ഉൾപ്പെടെ 50,24,54,206 രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. ബഡ് സ്കൂൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി 1,25,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗതാഗതത്തിന് പരിഗണന നൽകിക്കൊണ്ട് ഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് 5.80 കോടി രൂപയും ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീടുകൾ ഉറപ്പുവരുത്തുന്നതിന് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. നെൽകൃഷിക്ക് 1 കോടി രൂപ വകയിരുത്തുന്നതുൾപ്പെടെ കവുങ്ങ്, പച്ചക്കറി, ഇടവിള തുടങ്ങിയ ഉൾപ്പെടുന്ന കാർഷിക മേഖലയ്ക്ക് 3.17 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വെളിച്ച വിപ്ലവത്തിനായി 2,300 പുതിയ തെരുവുവിളക്കുകൾ കൂടി സ്ഥാപിക്കാനും ഭരണസമിതി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി 58 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. റെയിൽവേ ലൈൻ സൃഷ്ടിച്ച ഗതാഗത പ്രതിസന്ധി മറികടക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ചാത്തനല്ലൂർ അണ്ടർപാസിനായി 50 ലക്ഷം, മുതിർന്ന പൌരന്മാർക്കുള്ള ഹാപ്പിനെസ് പാർക്കിനായി 50 ലക്ഷം എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. SC/ST, വനിതാ ശാക്തീകരണം, മാലിന്യ സംസ്കരണം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള തുകയും ബജറ്റിൽ ഇടം നേടിയിരിക്കുന്നു. 50.24 കോടി രൂപ വരവും 49.68 കോടി രൂപ ചെലവും 56.24 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണിത്. കഴിഞ്ഞ വർഷം ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ അടാട്ട് മോഡൽ തെരുവുവിളക്ക്, ബഡ് സ്കൂൾ പ്രവർത്തനം, അണ്ടർപാസ്, വഴിപ്പാറയിലെ മൈതാനം, MCF കെട്ടിടം, ക്ഷേത്രനഗരിയെ മാലിന്യമുക്തമാക്കൽ, സ്മാർട്ട് അംഗൻവാടി, നീർച്ചോല, കുളം നവീകരണം എന്നിവയൊക്കെ എടുത്തുപറഞ്ഞായിരുന്നു ബജറ്റ് അവതരണം. പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു, ഫൌസിയ തവളേങ്ങൽ, സെലീന താണിയൻ, സെക്രട്ടറി സുഹാസ് ലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.